മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത നടിയാണ് ഉർവശിയും മനോജ് കെ ജയനും. ഉർവശിയെ പ്രേക്ഷകർ കാണുന്നത് പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഉർവശിക്ക് ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു. 80കളിൽ നായികാ നടിയായി തിളങ്ങിയ ഉർവശിക്ക് താരമൂല്യത്തിൻ്റെ ഇന്നും കുറവില്ല. 55-ാം വയസ്സിലും സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമായി നിൽക്കാൻ ഉർവശിക്ക് സാധിക്കുന്നു. കരിയറിലെ താരത്തിളക്കത്തിനപ്പുറം വ്യക്തിജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഉർവശി അഭിമുഖീകരിച്ചിട്ടുണ്ട്. നടിയുടെ ആദ്യ വിവാഹവും വേർപിരിയലും വലിയ തോതിൽ ചർച്ചയായി. നടൻ മനോജ് കെ ജയനാണ് ഉർവശിയുടെ മുൻ ഭർത്താവ്. 2000-ൽ വിവാഹിതരായ ഇരുവരും 2008-ൽ വേർപിരിഞ്ഞു. തേജാലക്ഷ്മി എന്നാണ് ഉർവശിക്ക് പിറന്ന മകളുടെ പേര്. വിവാഹമോചന സമയത്ത് പല ആരോപണങ്ങളും വന്നെങ്കിലും പക്വതയോടെ ഇത് അഭിമുഖീകരിക്കാൻ ഉർവശിക്ക് കഴിഞ്ഞു. മുൻ ഭർത്താവിനെതിരെ ഒരിക്കൽ പോലും നടി പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഇതിൻ്റെ ഉദാഹരണങ്ങളിലൊന്നാണ് മുമ്പൊരിക്കൽ മനോരമ ന്യൂസിനോട് ഉർവശി നൽകിയ അഭിമുഖം. മനോജ് കെ ജയനെ കുറ്റപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്നും ഉർവശി അന്ന് വ്യക്തമാക്കി. എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമേ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ്. അങ്ങനെ സംസാരിക്കുന്നത് മര്യാദയല്ലെന്നും ഉർവശി വ്യക്തമാക്കി. മനോജ് കെ ജയൻ മറ്റൊരു വിവാഹം ചെയ്തതിൽ തെറ്റില്ലെന്നും ഉർവശി അന്ന് പറഞ്ഞു. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എപ്പോൾ ഡിവോഴ്സ് ചെയ്തോ അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞെന്നും ഉർവശി അന്ന് വ്യക്തമാക്കി. ഏതായാലും ഉർവശി മനോജ് കെ ജയൻ വേർപിരിയൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നൊരു ഇതായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു മകളുണ്ട്. അവളുടെ പേരാണ് കുഞ്ഞാറ്റ. അവൾ സിനിമയിലേക്ക് വരാൻ പോകുന്നു എന്ന് അമ്മയും മകളും കൂടി ഒരു സിനിമാ പ്രൊമോഷന് വന്നപ്പോൾ പറയുകയുണ്ടായി. ഇതുപോലുള്ള വാർത്തകളും ന്യൂസുകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.